എല്ലാവരും ഇന്ന് വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ്. 4 ദിക്കിലും ജനങ്ങൾ ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. നേതാവ് പഞ്ചായത്ത് തിണ്ണയിൽ വിഷമത്തോടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പുതപ്പണിഞ്ഞുകൊണ്ട് ഗ്രാമത്തിലെ മുതിർന്ന വ്യക്തി അദ്ദേഹത്തിനടുത്തേക്ക് വന്നത്. അദ്ദേഹത്തിന് നേരെ നടന്നു പോലും വരാൻ പറ്റുന്നില്ല. അദ്ദേഹം കാണാൻ വളരെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. നമ്മളുടെ ഗ്രാമത്തിന് ഏതുപോലെ രോഗമാണ് വന്നതെന്ന് അറിയുന്നില്ല. എല്ലാ വീട്ടിലും കരയുന്ന ശബ്ദവും ചുമയ്ക്കുന്ന ശബ്ദവുമാണ് കേൾക്കുന്നത്. ഏതൊരു കുളികകളും ജോലി ചെയ്യുന്നേ ഇല്ല. തലവൻ സാറേ, എല്ലാവർക്കും സുഖമില്ലാതെ പോയിട്ടുണ്ട്. ഇതിന് വേഗത്തിൽ തീരുമാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളുടെ മുഴുവൻ ഗ്രാമവും നശിച്ചു പോവും. വൈദ്യരും ഏതും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ രക്ഷിക്കാനായിട്ട് ആരുമില്ല. നമ്മൾ മുഴുവതും കുടുങ്ങിപ്പോയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അത്ഭുതം നടന്നാണ് നമ്മളെ രക്ഷിക്കണം. തലവൻ സാറേ, മനുഷ്യരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞുപോയി. എല്ലാ വശത്തും മരണ നിഴലാണ് ഇരിക്കുന്നത്. നേതാവ് പേടിച്ച് എണീറ്റ് നിന്നു. അദ്ദേഹം 4 ദിക്കിലോട്ടും തിരിഞ്ഞു നോക്കി. ഗ്രാമത്തിന്റെ അവസ്ഥ കണ്ട് അദ്ദേഹം വല്ലാതെ വിഷമിച്ചിരുന്നു. മറ്റൊരു വശത്ത് നദിക്കരയുടെ അടുത്തായി നല്ല ബലമുള്ള ചുറുചുറുക്കുള്ള ഒരാൾ നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ തലയിൽ ഉള്ളൻ തൊപ്പി ഉണ്ടായിരുന്നു. മുഖത്തൊരു ദൈവീക ചിരിയുണ്ടായിരുന്നു. വലിയ മീശയുണ്ടായിരുന്നു. അദ്ദേഹം മറ്റാരുമല്ല, അദ്ദേഹമാണ് സക്കാറാം. സക്കാറാം. അദ്ദേഹത്തിന്റെ മീശ റൈറ്റ്, അദ്ദേഹത്തിന്റെ ആം സ്ട്രൈക്ക്. തിരമാലകളുടെ കൂടെ തനിച്ചു നിന്ന് അദ്ദേഹം ചെയ്യും ഫൈറ്റ്. സക്കാറാം നദിയിലേക്ക് വല എറിഞ്ഞു. വലയിൽ ഒരുപാട് മീനുകൾ കുടുങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം തന്റെ മുഴുവൻ ബലവും ചെലുത്തി ആ വല പുറത്തേക്ക് വലിച്ചു. സമുദ്ര ദൈവമേ, ഇന്ന് നിങ്ങളും എന്റെ ബലത്തിനെ ചോദിക്കുന്നുണ്ടോ? പക്ഷേ ഈ സക്കാറാമന്റെ വളയിൽ നിന്ന് രക്ഷപ്പെടുന്നത് പറ്റില്ലാത്ത കാര്യമാണ്. എന്റെ കയ്യിൽ ബലം ഇരിക്കുന്നവരെ ഞാൻ തോൽവി സമ്മതിക്കില്ല. ഇത് നേരാണ്. അപ്പോഴാണ് മുതിർന്ന വ്യക്തി അവിടേക്ക് വന്നത്. അദ്ദേഹം സക്കാറാമിന്റെ തോളത്ത് കൈവച്ചു. സക്കാറാം, നീ ഇവിടെ മീനുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവിടെ ഗ്രാമം മുഴുവതും അപായത്തിലാണ് ഉള്ളത്. നീയെങ്കിലും ഈ രോഗത്തിനെ കുറച്ച് പേടിക്കേ. ചേട്ടാ, പേടിയുന്നത് ഈ സക്കാറാമന്റെ രക്തത്തിൽ തന്നെ ഇല്ല. ഈ ആക്രോശமான അലകളിൽ ദിവസവും പോരാടിക്കൊണ്ടിരിക്കുന്നവൻ എപ്പോഴും ഈ രോഗത്തിനും പേടിക്കില്ല. പറയണമെങ്കിൽ എന്റെ ശരീരം കല്ലുപോലെയാണ്. കല്ലുപോലെ. നിനക്ക് ഒരുപാട് ധൈര്യം അധികമാണ് സക്കാറാം. പക്ഷേ നിന്റെ അമ്മയ്ക്കും ഈ രോഗം കാരണം അസുഖം പിടിച്ചുപോയി. അവർ വീട്ടിൽ ഒരുപാട് കാഴ്ചകളോടെ പോരാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്താ പറയുന്നത്? എന്റെ ദൈവമേ, എന്റെ അമ്മയ്ക്ക് അസുഖം പിടിച്ചോ? സക്കാറാം പേടിച്ചു പോയി. അദ്ദേഹം വല അവിടെ തന്നെ ഇട്ടിട്ട് അവിടെ നിന്നും വീട്ടിലേക്ക് ഓടി. സക്കാറാമിന്റെ അമ്മ മൂടി പുതച്ചുകൊണ്ട് കട്ടിലിൽ കിടക്കുകയായിരുന്നു. അവർ ചുമച്ചുകൊണ്ടിരുന്നു. അവർ കാണാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. സക്കാറാം വീട്ടിനകത്തേക്ക് വന്നു. അമ്മയെ കണ്ടിട്ട് വല്ലാതെ വിഷമിച്ചു. എന്നിട്ട് അവരുടെ അടുത്തായി അദ്ദേഹം മുട്ടുകുത്തിയിരുന്നു. അമ്മേ, കണ്ണ് തിരക്കോ അമ്മേ. ഇവിടെ നോക്ക്, നിങ്ങളുടെ സക്കാറാം വന്നിട്ടുണ്ട്. ചേടാ, നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? നിങ്ങൾക്ക് എപ്പോഴും അസുഖം പിടിച്ചിട്ടില്ലല്ലേ? പിന്നെ ഇന്നെന്തായി? ആ മുതിർന്നയാൾ സക്കാറാമിന്റെ വീടിന്റെ വാതിൽക്കൽ വന്ന് നിന്നു. സക്കാറാം, ഞാൻ പറഞ്ഞല്ലേ, ഈ രോഗം ആരെയും വിട്ടുവച്ചിട്ടില്ല. ഇവർക്ക് ഒരുപാട് കാഴ്ചലായിട്ടുണ്ട്. ഇല്ല, എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ആ ദൈവമുണ്ട്. ഈ രോഗം എന്റെ അമ്മയെ തൊടാൻ പോലും ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ മുത്തശ്ശ? സാഹചര്യം വല്ലാതെ കഷ്ടമായിരുന്നു. ആ സാഹചര്യത്തിൽ ആർക്കും എന്ത് ചെയ്യണമെന്ന് ഒന്നും മനസ്സിലായില്ല. സമയം വൈകുന്നേരമായി. നേതാവ് വിഷമത്തോടെ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. സക്കാറാം അദ്ദേഹത്തിനടുത്തേക്ക് വന്നു. എന്നിട്ട് വളരെ ദേഷ്യത്തോടെ നേതാവിന് മുന്നിലായി നിന്നു. നേതാവ് പതുക്കെ തല ഉയർത്തി അദ്ദേഹത്തെ നോക്കി. തലവൻ സാറേ, എന്തെങ്കിലും ഒരു വഴി പറയൂ. എന്റെ അമ്മ ജീവനോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. ഈ ഗ്രാമം മരണിക്കുന്നു. നിങ്ങൾ ഈ ഗ്രാമത്തിന്റെ തലവനല്ലേ? ചേട്ടാ, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കേ. ഒരു വഴിയുണ്ട് സക്കാറാം. പക്ഷേ അത് ചെയ്യുന്നത് കാരണം നമുക്ക് മരണമാണ് കിട്ടും. ഇന്ന് വരെ അവിടെ നിന്ന് ആരും തിരിച്ചു വന്നിട്ടേയില്ല. ചേട്ടാ, മരണത്തോട് കളിച്ച് വിജയിക്കുന്നത് ഈ സക്കാറാമിന് സുലഭമായ കാര്യമാണ്. നിങ്ങൾ ആ സ്ഥലത്തിന്റെ പേര് മാത്രം എൻ്റെ അടുത്ത് പറയൂ. മറ്റു കാര്യങ്ങളെ എന്റെ ധൈര്യത്തോട് ഞാൻ കണ്ടേക്കും. ആ ദൈവം എന്നോടുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് ദൂരെ മഹാസമുദ്രത്തിന്റെ നടുക്ക് ആർക്കും അറിയാതെ ഒരു ദ്വീപുണ്ട്. അവിടെ ഒരു വിചിത്രമായ ഔഷധം കിട്ടും. അത് ഏതൊരു രോഗത്തെയും എതിർത്ത് പോരാടിയേക്കും. പക്ഷെ അവിടെ പോകാനുള്ള വഴി ഒരുപാട് കഷ്ടമാണ്. സക്കാറാം വേറൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അന്ന് വൈകുന്നേരം തന്നെ സക്കാറാം കടലിനടുത്തേക്ക് വന്നു. എന്നിട്ട് ആ ദ്വീപിലേക്ക് പോകാനായി തന്റെ ബോട്ട് അദ്ദേഹം റെഡിയാക്കി.
അപ്പോഴാണ് മുതിർന്ന വ്യക്തി അവിടേക്ക് വന്നത്. പൊട്ടിയിരുന്ന ആ ബോട്ട് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ടായി. സക്കാറാം, നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടോ? നീ ഒറ്റയ്ക്കും ഈ ചെറിയ ബോട്ട് എടുത്തുകൊണ്ട് ആ വലിയ സമുദ്രത്തിൽ ഇരിക്കുന്ന ഭയങ്കര ദ്വീപിലേക്ക് പോകുന്നു. സമുദ്ര അലകൾ കാരണം നീ മുഴുകിപ്പോകും. ഗ്രാമത്തിന് ഒരുപാട് ആപത്ത് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയും ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ എന്നെ കൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല മുത്തശ്ശ. അവിടെ പോകുന്ന വഴിയിൽ ചുഴലിക്കാറ്റ് ഉണ്ടാകും. അലകളും ഒരുപാട് ഉയരമായിട്ട് വന്നേക്കും. ആ ദ്വീപിന്റെ അടുത്ത് കൂർമ്മയുള്ള പാറകളുണ്ട്. അത് വലിയ ബോട്ടുകളെയും പൊട്ടിയേക്കും. നീ പോകണ്ട സക്കാറാം. പോട്ടിയിടാതെ തോൽവി ഏൽക്കുന്നത് സക്കാറാമിന്റെ ചരിത്രത്തിലില്ല. നിങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയേക്ക്. ആ ദൈവം എന്നോടുണ്ട്. സക്കാറാം തന്റെ ബോട്ട് റെഡിയാക്കി. എന്നിട്ട് അവിടെ നിന്നും പുറപ്പെട്ട് അദ്ദേഹം പോയി. ആ മുതിർന്ന വ്യക്തി ഇപ്പോഴും വിഷമത്തോടെ അവിടെ നിൽക്കുകയായിരുന്നു. സക്കാറാം രാത്രി ആ നടുക്കടലിനകത്തേക്ക് ചെന്നു. കുറച്ചു സമയം വരെ കടൽ വളരെ ശാന്തമായിരുന്നു. പക്ഷെ പിന്നീട് വലിയ വലിയ തിരമാലകൾ അദ്ദേഹത്തിന്റെ ബോട്ടിലേക്ക് വന്ന് മുട്ടാൻ തുടങ്ങി. തന്റെ ബോട്ട് കൺട്രോൾ ചെയ്യാനായി അദ്ദേഹം പറ്റുന്നത്ര ശ്രമിക്കുകയായിരുന്നു. നിനക്ക് എത്ര ബലമുണ്ടോ ആ ബലത്തോടെ എന്നോട് വാ. നിന്റെ ബലത്തിനെ ഞാനും നോക്കിക്കോളാം. ഈ സക്കാറാമിന്റെ ബോട്ടിനെ നിന്നെ കൊണ്ട് തടയാൻ സാധിക്കില്ല. ഒരു വലിയ തിരമാല കാരണം ബോട്ട് മുകളിലേക്ക് പൊങ്ങി. പിന്നെ വേഗത്തിൽ ആഴമായ വെള്ളത്തിനകത്തേക്ക് വീണു. സക്കാറാമിന് ഒരു ക്ഷണം തന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹം ആ ബോട്ടിന്റെ മരത്തിനെ നല്ല സ്ട്രോങ് ആയി പിടിച്ചിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും ആ ദ്വീപിന്റെ അടുത്ത് പോയേ പറ്റുള്ളൂ. എന്റെ അമ്മ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ പുറകിലോട്ട് പോയില്ല. തിരമാലകൾ കാരണം ബോട്ട് തുടർന്ന് മുകളിലും താഴെയും പോവുകയായിരുന്നു. സക്കാറാം മുഴുവൻ ശക്തി ഉപയോഗിച്ച് ആ ബോട്ടിനെ പിടിച്ചിരുന്നു. അടുത്ത ദിവസം ഒരുപാട് ദൂരെയുള്ള ആ ദ്വീപിലേക്ക് സക്കാറാം ചെന്നെത്തി. അദ്ദേഹം ക്ഷീണിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം സമയം പാഴാക്കിയില്ല. അദ്ദേഹം അവിടെയുള്ള ഒരു പാറയുടെ അടുത്തേക്ക് ചെന്നതും തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അദ്ദേഹത്തിന് പച്ചിമ നിറഞ്ഞ ഔഷധം അവിടെ നിന്നും കിട്ടി. അത് ഉപയോഗിച്ച് ഗ്രാമത്തിലെ രോഗം അദ്ദേഹത്തിന് മാറ്റാനാകും. സക്കാറാം വളരെ ശ്രദ്ധയോടുകൂടി ആ ഔഷധം പറിച്ചെടുത്തു. തന്റെ കൈവശം വെച്ചു. അദ്ദേഹം തന്റെ കപ്പലിനടുത്തേക്ക് ചെല്ലാനായി ഒരുങ്ങിയതും തന്നെ കടലിലെ ഒരു വലിയ തിരമാല അദ്ദേഹത്തിന്റെ ബോട്ടിനെ പാറയിലേക്ക് വലിച്ചെടുത്തെറിഞ്ഞു. ബോട്ടും ആ പാറയിൽ കൊണ്ട് തവിട് പൊടിയായി ഒടിഞ്ഞുപോയി. ഇല്ല, എന്റെ ദൈവമേ, എല്ലാം നശിച്ചു പോയല്ലേ. ആളില്ലാതെ ഈ ദ്വീപിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് എന്റെ ഗ്രാമത്തിലേക്ക് പോകും? സക്കാറാം ആ പാറയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പൊട്ടി അദ്ദേഹത്തിന്റെ ബോട്ടിനെ അദ്ദേഹം നോക്കി. എല്ലാ വശത്തും ചുറ്റി നോക്കി. പക്ഷേ തൊട്ടടുത്ത് അദ്ദേഹത്തിന് 4 വശത്തും കടൽ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. എനിക്ക് ഔഷധങ്ങൾ കിട്ടിപ്പോയി. പക്ഷെ ഇവിടെ ഞാൻ കുടുങ്ങിപ്പോയല്ലേ. ഒരു പക്ഷേ ഞാൻ സമയത്തിന് ഗ്രാമത്തിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ ഈ ഔഷധങ്ങൾ ഉപയോഗമില്ലാതെ പോവും. എന്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്യാനാ? സക്കാറാം ആ കരയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹം വളരെ വിഷമിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. സമയം കടന്നുപോയി. ഇപ്പോൾ രാത്രിയുമായി. സക്കാറാം ഇപ്പോഴും അതേ കരയുടെ അടുത്ത് വളരെ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. വിശപ്പ് കൊണ്ടും ബലഹീനത കൊണ്ടും ശരീരം വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിന് നന്നായി തളർച്ച തോന്നുകയായിരുന്നു. എന്റെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. തണുത്ത കാറ്റ് വീശുന്നു. അമ്മേ, എന്നെ ക്ഷമിച്ചേക്ക്. ഈ ഔഷധങ്ങളോട് എന്നെ കൊണ്ട് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റില്ലായിരുന്നു. അദ്ദേഹം എണീറ്റ് നിൽക്കാനായി ശ്രമിച്ചു. പക്ഷേ തളർച്ച കാരണം അദ്ദേഹത്തിന്റെ കാലുകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. സക്കാറാം വീണ്ടും താഴെ തന്നെ ഇരുന്നു. ഞാൻ ഇന്നും എന്റെ ധൈര്യം വിടില്ല. പക്ഷേ എന്റെ ശരീരം എന്റെ വാക്കുകൾ കേൾക്കില്ല. ശക്തി കുറഞ്ഞത് കാരണം അദ്ദേഹം അതേ സ്ഥലത്ത് തന്നെ കിടന്നു. അദ്ദേഹം തന്റെ ഇടുപ്പത്ത് ചൊരുകി വെച്ചിരുന്ന ആ ഔഷധങ്ങൾ തിളങ്ങാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ സക്കാറാം ആ ഈർപ്പമുള്ള മണലത്ത് മയങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ആ തിരമാലകളിൽ കൂടി ഒരു വിചിത്രമായ തിരമാല ദ്വീപിലേക്ക് വന്നത്. പെട്ടെന്നൊരു ജീവരാശി വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് ചാടി വീണു. അത് മറ്റാരുമല്ല, അതാണ് മുന്നി. സക്കാറാമിനെ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും ജലദേവതയായി വന്നിരിക്കുകയാണ്. അവളുടെ കയ്യിൽ ആയുധങ്ങൾ നിറഞ്ഞ സഞ്ചിയുണ്ടായിരുന്നു. വെള്ളത്തിൽ നിന്നും പുറത്തു വന്നതും അവളുടെ വാല് കാലായി മാറിക്കഴിഞ്ഞു. മുന്നി ഉടഞ്ഞു കിടക്കുന്ന കപ്പലിനെ നോക്കി. എന്നിട്ട് വേഗം ചെന്ന് ആ ഉടഞ്ഞ മരക്കഷ്ണങ്ങൾ കയ്യിലെടുത്തു. സഞ്ചിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വീണ്ടും ആ കപ്പൽ റെഡിയാക്കി. അതിനുശേഷം അവൾ സക്കാറാമിനടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് അവൾ അല്പം വെള്ളം എടുത്തൊഴിച്ചു. പെട്ടെന്ന് തന്നെ സക്കാറാമും കൺമിഴിച്ചു. പക്ഷേ പാവം, അദ്ദേഹം കാണാൻ വളരെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. ഹേയ് സക്കാറാം, നിന്റെ കണ്ണ് തുറന്നു നോക്ക്. ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. അതെങ്ങനെയാ അത്ര പെട്ടെന്ന് നീ നിന്റെ തോൽവി സമ്മതിക്കുക? അവിടെ നോക്ക്, നിന്റെ കപ്പൽ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു.
സക്കാറാം തന്റെ കപ്പലിനെ നോക്കി. അതിപ്പോൾ വീണ്ടും പഴയതുപോലെ റെഡിയായിരിക്കുകയാണ്. മുന്നി, നീ എങ്ങനെ ഈ അപായകരമായ ദ്വീപിലേക്ക് വന്നത്? പിന്നെ എൻ്റെ ഈ പടക് ഇത് പൂർത്തിയായിട്ട് ഒടിഞ്ഞു പോയിരുന്നല്ലേ? ഇത് വീണ്ടും എങ്ങനെ ശരിയായത്? ഇത് എൻ്റെ സ്വപ്നമല്ലല്ലേ? ഇതെല്ലാം വെറും സ്വപ്നമല്ല സക്കാറാം. ഞാൻ നിന്നെ തേടിക്കൊണ്ട് ഇവിടേക്ക് വന്നതാണ്. പൊട്ടിയ നിന്റെ കപ്പലിനെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വീണ്ടും ചോദ്യം ചോദിക്കുന്നത് നിർത്തിയിട്ട് വേഗം ചെന്ന് കപ്പലെടുക്ക്. ഗ്രാമത്തിലുള്ളവരുടെ അവസ്ഥ വല്ലാതെ മോശമായിരിക്കുകയാണ്. ഷക്കാറാമും മുന്നിയും കപ്പലിൽ ചെന്ന് ഇരുന്നു. എന്നിട്ട് ഗ്രാമത്തിലേക്ക് അവർ പോകാനൊരുങ്ങി. അവർ നടുക്കടലിൽ പോകുന്ന സമയത്ത് തിരമാലകൾ വളരെ വേഗതയിൽ വരാൻ തുടങ്ങി. പക്ഷേ മുന്നി ശാന്തമായി തന്റെ ശക്തി ഉപയോഗിച്ച് തിരമാലകളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. മറുവശത്ത് അന്ന് വൈകുന്നേരം ഗ്രാമത്തിലെ നേതാവും ആ മുതിർന്ന വ്യക്തിയും കട്ടിലിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഗ്രാമത്തിന്റെ അവസ്ഥ ഇപ്പോഴും വളരെ മോശമാണ്. അപ്പോഴാണ് മുന്നിയോടൊപ്പം സക്കാറാം അവിടേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ രോഗം ഗുണപ്പെടുത്തുന്ന ഔഷധ ചെടികൾ ഉണ്ടായിരുന്നു. നേതാവ് അദ്ദേഹത്തെ കണ്ടതും ഒരുപാട് അതിശയിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് ചെറുതായി ഒരു സന്തോഷം വന്നു. സക്കാറാം, നീ ശരിക്കും ഒരു വലിയ അത്ഭുതമാണ് ചെയ്തിരിക്കുന്നത്. നീ ഈ ഗ്രാമത്തിലേക്ക് ഒരു പുതിയ ജീവൻ തന്നിട്ടുണ്ട്. നീ ഒരു സാധാരണ മത്സ്യക്കാരൻ അല്ല സക്കാറാം. നീ ഈ ഗ്രാമത്തിനെ രക്ഷിക്കുന്ന ഒരു രക്ഷകനാണ്. ഈ മത്സ്യക്കാരന്റെ ശരീരത്തിൽ കടൈസി ശ്വാസം ഇരിക്കുന്നതിന് വരെ ഈ ഗ്രാമത്തിന് ഒരു രോഗത്തിനും നെരുങ്ങാൻ പറ്റില്ല. ഇത് ആ ദൈവത്തിന് മേലെ സത്യമാണ്. മുന്നി സന്തോഷത്തോടെ ചിരിച്ചു. അവൾ സക്കാറാമിനടുത്ത് വളരെ ആഹ്ലാദത്തോടു കൂടി നിന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ ഗ്രാമത്തിലെ രക്ഷകനായ സക്കാറാമിനെയും മുന്നിയെയും ചുറ്റി നിൽക്കുകയായിരുന്നു. എല്ലാവരുടെ മുഖത്തും വിശ്വാസവും സന്തോഷവും നിറഞ്ഞിരുന്നു. ഇതോടുകൂടി ഈ കഥയും അവസാനിച്ചിരിക്കുന്നു.